അങ്ങനെ നമ്മൾ വീണ്ടും ആ ഒരു സ്പോട്ടിലേക്ക് വന്നതാ അല്ലേ? ആ ഒരു അടിപൊളി സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞങ്ങള് റീൽ എടുക്കാൻ വേണ്ടി വന്നതാണ് ആക്ച്വലി, പക്ഷെ റീൽ എടുക്കാൻ പറ്റില്ല. ഇന്നും എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പറ്റുമെങ്കിൽ നമ്മൾ എടുക്കും. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ് അച്ചു? പനയമല്ലേ? ഇത് കണ്ടോ കായല്, കണ്ട അടിപൊളിയല്ലേ? വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഇവിടെ ഒരുപാട് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നല്ല കാറ്റും പിന്നെ അടിപൊളി ആംബിയൻസിൽ ഒരു അമ്പലവും ഉണ്ട് ബാക്കിൽ. പിന്നെ അവിടെ കുറെ കണ്ടൽ കാട് അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ശ്രീ വേണുഗോപാല നിലയ ക്ഷേത്രം കൊള്ളാമല്ലേ? സ്ഥലം കൊള്ളാം, നല്ല സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ട്. അത് മാത്രല്ല വേറെ സംഭവം കണ്ടായിരുന്ന ഇവിടെ മറ്റേ ഇല്ല ഇത് അവിടെ കണ്ട എന്തോന്ന് കണ്ട സംഭവം? നമ്മൾ കയറുണ്ടാക്കുന്നതിന് മുമ്പുള്ള പ്രോസസ്സിങ്. അയ്യോ, പശു കയർ പൊട്ടിച്ചു വരുവാണോ? അതിന്റെ ഉടമസ്ഥൻ കാണാതിരിക്കട്ടെ. ഉടമസ്ഥൻ കെട്ടിട്ട് കുത്തി എങ്ങനെ ചെയ്യൂ? ഇത്രയും പൊക്കത്ത് കയറി വരാൻ ചാൻസ് ഇല്ല. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ചൂണ്ടയിടുന്നുണ്ട്, അങ്ങ് ചൂണ്ടയിടുന്നുണ്ട്. സംഭവം കൊള്ളാം, നല്ലൊരു സ്ഥലമൊക്കെ. അതെ, അടിപൊളി സ്ഥലമാണ്. നമുക്ക് വൈകിട്ട് വന്നിരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഉച്ചയ്ക്ക് ഒരു കാരണവശാലും വരാൻ പറ്റത്തില്ല, വെയില. ഇപ്പോഴെന്താ വെയിൽ വരുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബ് ഉണ്ട്. ഇരിക്കാൻ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിരിക്കാനാണെങ്കിൽ അടിപൊളിയാണ്. ഇത്തിരി കഴിയുമ്പോൾ ഐസ്ക്രീം വണ്ടിയൊക്കെ വരും കേട്ടോ. അന്ന് ഇപ്പോൾ ഐസ്ക്രീം വണ്ടി ഉണ്ടായിരുന്നു വൈകിട്ട്, ഓർമ്മയുണ്ടോ? അതൊക്കെ വരുമായിരിക്കും. കൊള്ളാം, നല്ല സ്ഥലമാണ്, അടിപൊളി സ്ഥലം. കായൽ ഇറങ്ങി കിടക്കുവാണോ കയറി കിടക്കുവാണോ എന്ന് വെച്ചാൽ അതെനിക്ക് അറിയത്തില്ല. നമ്മൾ ഇന്നാളെ വന്നപ്പോൾ ഇതിലും കയറി നിൽക്കുമായിരുന്നു. അല്ലല്ലോ? ആണോ? തന്നെ ഇന്നാളെ വന്നപ്പോൾ ഇതിലും കയറി നിൽക്കുമായിരുന്നു. ആണല്ലേ? പക്ഷെ ഇപ്പോഴും കയറി നിൽക്കും, അതുപോലെ പടി കാണാൻ പറ്റും. സ്റ്റെപ്പിനകത്തും വെള്ളമുണ്ട്. പക്ഷെ എനിക്ക് ആ ഭാഗത്ത് കുറച്ച് ഇറങ്ങി കിടക്കുക, അല്ലെങ്കിൽ അതിന് നല്ല പൊക്കമുള്ളതുകൊണ്ട് തോന്നുന്നതും ആയിരിക്കും. അത് കണ്ട ഇവിടെ ഏറ്റവും കൂടുതലുള്ള സംഭവമാണ് കയറിന്റെ പരിപാടി. അതെ, പക്ഷെ ഇപ്പൊ കയറ് പിരിക്കലൊന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ട്, കയർ പിരിക്കലുണ്ട്. എന്ന് വെച്ചാല് മറ്റേ മുമ്പെന്ന് പറഞ്ഞാല് തൊണ്ട് ഇട്ട് ഇഴുകി അങ്ങനെയാണ് ഈ നൂലാക്കി എടുക്കത്തില്ലേ, ആ പ്രോസസ്സിങ് ഇല്ലെന്നേ ഉള്ളൂ ഇവിടെ. അതില്ല, അതിപ്പം പുറത്തുനിന്ന് വരുവോ, ഇട്ടേക്കോ. അത് എത്രയോ ദിവസം കായലിലിടും, ഇട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അതിനെ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഉരുട്ടി മുകളിൽ വെച്ചിട്ട് വീണ്ടും അങ്ങനെ എന്തോ 2-3 പ്രോസസ്സ് ഉണ്ട്. ഈ വെള്ളത്തിൽ ഇട്ട് എന്തൊക്കെയോ പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ്. പാമ്പല്ല, അതൊരു കമ്പങ്ങാണ്ടാണ്, കുറെ നേരം കൊണ്ട് കിടക്കുക. ഞാൻ വിചാരിച്ചു പാമ്പായിരിക്കും പെട്ടെന്ന് അങ്ങനെ നോക്കിയപ്പോ കായലില് പാമ്പ് കറക്റ്റ് അതേ കണക്ക് തന്നെ നോക്കി പേടിച്ചു പോയി. ഫോൺ കായലിലേക്ക് വീഴലും ഇങ്ങോട്ട് ചേർത്ത് വെക്കുന്നതായിരിക്കും നല്ലത് നമുക്ക്. ഒരു കാര്യമുണ്ട്, വൃത്തിയായി കിടക്കുന്നുണ്ടല്ലേ? അതെ, നല്ല വൃത്തിയുള്ള കായല്, വൃത്തിയായിട്ട് കിടക്കും. ആളുകൾ എന്തായാലും അതുപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ടായിരിക്കുമല്ലോ. ആണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ ഒരു ബിന്ന് വെച്ചേക്കുന്നുണ്ടോ? ഈ ബിന്നിനകത്ത് തന്നെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കാം, നല്ല കാറ്റ്. ഇവിടെ നിൽക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ അവിടെ നിന്നിട്ട് ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് പൊക്കം തോന്നുന്നതാണ് അല്ലേ? ഇവിടെ ഇച്ചിരി പൊക്കമുണ്ട്. എന്തൊരു പൈപ്പ് ലൈൻ പോയേക്കുന്നുണ്ടാ? ഒരു പൈപ്പ് ലൈൻ പോയേക്കുന്നുണ്ടോ? മറ്റേ ഇതാണോ? അതും അറിയില്ല. പൈപ്പ് ലൈൻ പോയേക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നേ മറ്റേ ഗവൺമെന്റിന്റെ പൈപ്പ് ലൈൻ ഇല്ലേ, ഏതാ മറ്റേ കുടിവെള്ളത്തിന്റെ, മേ ബി അതായിരിക്കും. ആ പൈപ്പ് ലൈൻ ആയിരിക്കും അങ്ങോട്ട് പോയേക്കുന്നത്. ഇതിപ്പോ നമുക്ക് ആ ഭാഗത്തോട്ട് എനിക്ക് തോന്നുന്നു കാണുന്നത് ഏത് പാലമാണെന്ന് അറിയാൻ വയ്യ. ആ ഭാഗത്ത് അവിടെ എന്തോ അതൊരു പ്ലോട്ടാണോ കിടക്കുന്നത്, എന്തോന്ന് അറിയാൻ വയ്യ. അവിടെ ഏതാണ് കാണുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഈ സൈഡ് അവിടെ എന്തൊക്കെയോ ഉണ്ട്. അങ്ങ് കാണാൻ കണ്ട, ആ കാണുന്നത് എന്താണെന്ന് അറിയില്ല. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ഇപ്പൊ ഈ കാണുന്ന സ്ഥലമേ എൻ്റെ ഒരു സംശയം, അപ്പൊ അത് മങ്ങാടാണ്? എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, മങ്ങാടാണെന്ന് തോന്നുന്നുണ്ട്. മേ ബി അതാവാനേ ചാൻസ് ഉള്ളൂ. ആണെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ എന്തോ ഉണ്ട്, ദൂല്ല. അവിടെ കണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം, ക്യാമറ കാണിച്ചു തരാനായിട്ട് പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ, എന്തോ ഒരു സംഭവം ഉണ്ട് എനിക്ക് തോന്നുന്നു. എടാ, ഇപ്പൊ എനിക്ക് പിടി കിട്ടി. എന്താണ്? എന്തുവാന്നറിയാവോ? നമ്മളിപ്പോ നിൽക്കുന്ന നേരെ ഓപ്പോസിറ്റ്. എന്താണ്? നമ്മളെ ഉളിയക്കോവിൽ ഒരു കല്യാണത്തിന് പോയത് ഓർമ്മയുണ്ടാ? ഓർമ്മയുണ്ട്. അപ്പുറത്തെ വീട്ടിലെ ഞാൻ പറയാം. കോവിലാണോ പോയത്? ഉളിയക്കോവിലാണ്. ഉളിയക്കോവിൽ അകത്തോട്ട്. ഉളിയക്കോവിലല്ലേ? അല്ല, എനിക്കറിയില്ല. ഉളിയക്കോവിലല്ലെന്ന് തോന്നുന്നു. ഉളിയക്കോവിൽ തന്നെ. ഉളിയക്കോവിൽ തന്നെ. ഉളിയക്കോവിലെ അകത്തോട്ട് നമ്മൾ കയറിപ്പോയത്. അല്ല, അവിടെ നിന്നല്ല. വേണ്ട, അവിടെ വേറെ ആളുണ്ട്.
അവർക്കൊരു ഡിസ്റ്റർബൻസ് ആക്കണം. നമുക്ക് ഇവിടെ എന്റെ ഞാൻ പറയട്ടെ, എന്റെ ഒരു ഇത് പറയട്ടെ, ഇത് വണ്ടി പോകുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ബൈപ്പാസ് ആയിരിക്കും. ബൈപ്പാസ് അവിടെ അല്ല, അതോ അവിടെ. ആണോ? അതാ ഞാൻ പറഞ്ഞത്, ഇത് എവിടെയൊക്കെ കണ്ട് നല്ല പരിചയം. ഇതെന്താ ഭാഗ്യശ്രീ, ഇതെന്താ സംഭവം? ഇത് ഓരോ ചട്ടിക്കും പേരുണ്ട്, കണ്ടോ? ഇത് കണ്ടോ, ഭാഗ്യശ്രീ കണ്ടച്ചിറ. കണ്ട, അതെന്താ സംഭവം? ഇനി വല്ലവരും സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. അതറിയത്തില്ല കേട്ടോ, ഓരോ ചട്ടിനും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ 10ാം ക്ലാസ് എന്നാണോ, സ്കൂളിലെ പിള്ളേർ വെച്ചേക്കുന്നതാണോ അറിയില്ല. ബാ നമുക്ക് ആ ഭാഗം നോക്കിയിട്ട് വരാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇവിടെ വന്ന് നോക്കിയായിരുന്നു. അതാ ഇത് ഈ ഭാഗത്ത് നമ്മൾ ഇവിടെ ഇരുന്നൊരു ഷോട്ട് ഇട്ടിട്ടുണ്ട്. ആക്ച്വലിടാ, നീ ഇവിടെ ഇരുന്നൊരു ഷോട്ട് ഇട്ടിട്ടില്ലേ? ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇരുന്ന്. അത് അടിപൊളി ഒരു ഷോർട്ട് വീഡിയോ. ഇവിടെ ഇപ്പം വെള്ളം കയറി കിടക്കുക കേട്ടോ. അതാ ഞാൻ പറഞ്ഞു, ഇവിടെ വെള്ളം കയറി കിടക്കുക. അന്ന് ഈ സ്റ്റെപ്പിൽ ഇറങ്ങി നിൽക്കുമായിരുന്നു. സ്റ്റെപ്പിൽ ഇറങ്ങി നിന്ന് അച്യുത ഈ ഭാഗത്തായി ഇരുന്നിട്ടാണ് ഈ വീഡിയോ എടുത്തത്. ഞാൻ ചോദിച്ചില്ലേ, ഇതോ ആ കാണുന്ന എന്തോ അപ്പം അതാണ് ബൈപ്പാസ്. നമ്മളിപ്പോ വന്ന അഞ്ചാലുമൂടല്ലോ, കടവൂര് മങ്ങാട് ബൈപ്പാസ് ദോ ആ കാണുന്നത്. ഇവിടെ ഒരു റോഡുണ്ട്, അത് ഏതാ നമുക്ക് അറിയില്ല. അപ്പൊ അതാണെങ്കിൽ ഉളിയക്കോവിലാവാൻ ചാൻസ് ഇല്ല ഇത്, അല്ലേ? അതെ. ഇവിടെ നിന്നിട്ട് വെയിലടിക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് നിൽക്കാം. അറിയത്തില്ല ഏത് ഭാഗമാണെന്ന് അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറെ നേരമായിട്ട് ഞാൻ റീൽ എടുത്ത് കൊടുക്കുക, ഓരോന്നെടുക്കും. ഞങ്ങളൊരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മഴ കാത്തു കഴിയുന്നു. എനിക്ക് പാടി ഭയങ്കര ബോറാ, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. പക്ഷെ കൊള്ളാൻ കേട്ടോ സ്ഥലം. എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴേ നല്ല വെയിലായിരുന്നു. അത് മാത്രമല്ല ഈ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ ഇല്ലായിരുന്നു. ഇല്ല, ചെടിയൊക്കെ ഇല്ലേ? ഇല്ല, ചെടി ഇവിടെ ഇല്ല. ഇതിന്റെയൊക്കെ പുറത്തിരിക്കുവായിരുന്നു ചെടികള്. ഇപ്പൊ പക്ഷെ ഇതിപ്പോ തൂക്കിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വെച്ചാണ് കൈ. നല്ല രസമുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. വൈകുന്നേരം ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നല്ലേ. വലിയ ശല്യങ്ങളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ശല്യമില്ല, നല്ല സുഖം. ഇത്രയും തന്നെ നമ്മൾ വന്നിട്ട് വലിയ ശല്യമൊന്നുമില്ല. ക്യാമറ ഒക്കെ ഉണ്ട് ഇവിടെ, അതുകൊണ്ട് തന്നെ പേടിക്കാം. ക്യാമറയുണ്ട്. പിന്നെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അന്നേരെ കൈവിടെ പിടിക്കും. അതിനുള്ള കായല് നല്ല വൃത്തിയായിട്ട് കിടക്കുക. വേസ്റ്റ് ബിൻ ഇട്ടിട്ടുണ്ട് അല്ലേ? അതെ, അതൊക്കെ കൊള്ളാം. അതുകൊണ്ട് ഒരു രസമൊക്കെ ഉണ്ട്. പിന്നെ വന്നിരിക്കും കണ്ടൽക്കാടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അടുത്തൊരു അമ്പലമുണ്ട്. അമ്പലമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുകയും ചെയ്യും, കടവിന്റെ പരിസരത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കുറ്റകരമാണ്. അതുകൊണ്ട് കായലിൽ ഒന്നും ഇല്ല, നോക്കി നല്ല വൃത്തിയായിട്ട് കിടക്കുക. അതെ, നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് കിടക്കുക. അതേ ഇല ഇനിയിപ്പം ചെടിയെടുത്ത് പറയാൻ പറ്റൂലല്ലോ. നമ്മൾ നേരത്തെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ സാധനം കാണിച്ചു കൊടുത്തില്ല. കാണിച്ചു കൊടുക്കട്ടെ. എനിക്ക് ഇവിടെ ചെടി വെച്ചേക്കുന്ന സംഭവം ഇഷ്ടപ്പെട്ട്. അടുത്തൊരു മറ്റേ ഇന്റർലോക്ക് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട്. അപ്പം അവരുടെ പൊട്ടിപ്പോയ അച്ചില്ലേ, അതിനെ അവർ ചെടി വെക്കുന്ന ചട്ടിയാക്കി മാറ്റി. നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അത്. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. വേസ്റ്റ് ആക്കി കളഞ്ഞില്ലല്ലോ. അതെ, വേസ്റ്റ് ആക്കി കളഞ്ഞില്ല. ഈ ഞാൻ കാണിച്ചു തന്ന എന്താന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇത് കണ്ടോ, ഇത് നമ്മുടെ കയറില്ലേ, കയറുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിംഗ് അല്ല, സത്യം പറഞ്ഞാൽ ഇത് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഇതല്ല. നമ്മുടെ തൊണ്ടിൽ വെള്ളത്തിൽ കിടന്ന് അഴുകാൻ വേണ്ടി ഇത് അഴുകാൻ വേണ്ടി ഇട്ടേക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റേജ് ഇതാ. അതായത് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ തൊണ്ടില്ലേ, തൊണ്ടിനെ പണ്ടെന്ന് പറഞ്ഞാൽ ഇതിനെ അടിച്ചോ തല്ലി ഇതാക്കി എടുക്കുന്ന പറഞ്ഞ് കേട്ടിട്ടുള്ള. അതിങ്ങനെ എടുത്ത് അതിൻ്റെ നാരെടുക്കത്തില്ലേ, ഇപ്പം ഇങ്ങനെ നാരായിട്ട് തന്നെ വരും. അത് പക്ഷെ നമ്മുടെ ഈ കടവിൽ കൊണ്ടുവന്ന് ഇത് കണക്ക് എത്രയോ ദിവസം, 3 ദിവസമോ സംതിങ് എങ്ങാണ്ടാണ് ഇടുന്നത്. ഇത് കണക്കിടും. ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇട്ട് കഴിഞ്ഞിട്ട് നേരെ ഇവിടുന്ന് വലിച്ച് കയറ്റും. ഇത് കണ്ട എല്ലാവരും കറക്റ്റായിട്ട് ഇതിൽ തന്നെ ഇടുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എങ്ങും ഇല്ല, വേസ്റ്റ് ഇല്ല. അതൊരു നല്ലൊരു കാര്യമാണ്. ഇത് കാണിച്ചു കൊടുക്കാം. ദൂരെ നിന്ന് കാണാൻ പറ്റൂ. ഇതിപ്പോൾ ഈ ചകിരി ഇപ്പം അതിനകത്ത് ഇട്ടിട്ടെടുത്ത ചകിരിയാണ്. അത് നേരിട്ട് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. അച്ചു ഇറങ്ങി വാടാ. ഇത് കണ്ട ഈ ചകിരി കണ്ട, ഇതിന് വ്യത്യാസമുണ്ട്. വരുന്ന സമയത്ത് ഇത് എനിക്ക് തോന്നുന്നത് ഈ കളറായിരിക്കും. മീൻസ് ഇങ്ങനൊരു കളർ. ഇതും അപ്പുറത്തിരിപ്പുണ്ട്. പല കളർ. അത് ഇതിനകത്ത് ഇട്ട് റെഡി ആയി കഴിയുമ്പോൾ ഏകദേശം ഈ ഒരു കളറാവും. ഇതിപ്പോൾ എന്താണെന്നറിയാം, അവിടെ നിന്ന് എടുത്തിട്ട് വെള്ളം തോരാൻ വേണ്ടി വെച്ചേക്കുക. വെള്ളമെല്ലാം ഇതിനകത്തുള്ള വെള്ളമെല്ലാം പോകാൻ വേണ്ടി വെച്ചേക്കുക. വെള്ളം പോയി കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പഴയ വന്ന കളറായിരിക്കും. ഇതിൽ കുറച്ചുകൂടെ കളർ ചേഞ്ച് ഉണ്ടാകും. ആ അഴുകിയിട്ടുള്ള ചേഞ്ച് ഉണ്ടാകും കളറിന്.
അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനൊരു കടവ് കണ്ട. പക്ഷെ എന്തായാലും ഈ ഒരു കടവ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അടിപൊളി. എനിക്ക് ഒരു തവണയെങ്കിലും വരാം അല്ലേ? ഇവിടെ ഇതൊരു ഹിഡൻ സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ, ഒരു ഹിഡൻ സ്പോട്ട് തന്നെയാണ്. ആണ്, കാരണം ഇത്രയും നമുക്ക് കുറച്ചു നേരം വന്നിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. വേറെ എവിടെ എല്ലായിടവും പോയി നമുക്ക് വേറെ എല്ലായിടവും പോയി നമ്മൾ നിൽക്കേണ്ടി വരും. അത് മാത്രമല്ല കടവുണ്ട്, പലയിടത്തും കടവുകളുണ്ട്. പക്ഷെ ടൂറിസം ആയിട്ടൊരു ബന്ധപ്പെട്ടൊരു കടവെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും സീറ്റിംഗ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് പേർക്ക് വന്ന് ഇരിക്കുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തത് എനിക്ക് തോന്നുന്നു ഏത് പഞ്ചായത്താ വരുന്നത്? പനയാണോ? കണ്ടച്ചിറ റോഡ് കടവെന്നാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടച്ചിറ റോഡ് കടവ്, അഷ്ടമുടിയാണ് ഇത്. അഷ്ടമുടി ആണല്ലോ. പക്ഷെ ഇതിനടുത്തായിട്ടാണ് നമ്മുടെ തൃപ്പനയത്ത് അമ്പലം വരുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പൊ എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ ഏത് പഞ്ചായത്തിലാണ് നിൽക്കുന്നതെന്നുള്ളത് ഇവിടെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ അറിയില്ല, നോക്കണം. ഈ ഒരു കടവിന്റെ പേര് പറയുന്നത് കണ്ടച്ചിറ റോഡ് കടവെന്നാണ് ഈ ഒരു കടവിന് പേര് പറയുന്നത്. എനിക്ക് തോന്നുന്നു കടത്ത് ഇത് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാര്യം എന്താണെന്ന് അറിയാം, അതിന്റെ റീസൺ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്റെ റീസൺ കാണിച്ചു തരാം. വെള്ളം ഇറങ്ങി കേട്ടാ, വെള്ളം ഇറങ്ങി തുടങ്ങി. ഞങ്ങള് വന്നപ്പോഴത്തേക്ക് നല്ല വെള്ളം കയറി കിടക്കുമായിരുന്നല്ലേ? പക്ഷെ എനിക്കൊന്ന് കഴിഞ്ഞ വന്നത്തെ അത്രയും ചില സ്ഥലത്തൊന്നും കയറിയിട്ടുമില്ല. നമ്മൾ വന്നപ്പോ ഈ സ്റ്റെപ്പ് നനഞ്ഞു കിടക്കുന്നുണ്ടാ? സ്റ്റെപ്പ് നനഞ്ഞു കിടക്കുന്ന വെച്ചാല് കയറി കിടക്കുമായിരുന്നു കായല്. ഇപ്പൊ ഇറക്കമായി കണ്ട, ഇറങ്ങി പോകുന്നുണ്ട. നല്ല രീതിയിൽ ഇറങ്ങി പോകുന്നു. കായലിന് രാത്രി ഇറക്കവും അതുകൊണ്ട് കായല് കയറ്റവും ഇറക്കവും ഉണ്ട്, രണ്ടും ഉണ്ട്. കാര്യം മൺട്രോത്തുരുത്തില്ലേ, മൺട്രോത്തുരുത്തിൽ കായല് കയറ്റവും ഇറക്കവും ഉണ്ടല്ലോ. അതല്ലേ പറഞ്ഞത്, നമ്മള് ബീച്ചിലൊക്കെ പോയാലേ രാത്രി ആവുമ്പോഴത്തേക്കല്ലേ ഇങ്ങോട്ട് വരുന്നത്. ബീച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മുടെ കൊല്ലം ബീച്ചിൽ എന്താന്ന് വെച്ചാൽ സ്ഥലമില്ല, സ്ഥലമില്ല. കാര്യം നമ്മൾ അവിടെയൊക്കെ പോയി നിൽക്കുന്ന ആ സ്ഥലമൊക്കെ ഒരുപാട് കുറഞ്ഞു. ഈ സംഭവം വെച്ചേക്കുന്നോണ്ടാണ് ഞാൻ പറഞ്ഞു ഇവിടെ കടവുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇത് ചെയ്യുന്ന ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. ആ അങ്കിളിന്റെ അടുത്ത് പറഞ്ഞു തന്നത്, അങ്കിളാണ് പറഞ്ഞു തന്നത് ഇത് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്, ഇതിങ്ങനെ കെട്ടി ഇവിടെ ഇങ്ങനെ ഇത്ര ദിവസം വെള്ളത്തിൽ മുക്കിയിട്ടേക്കും. പിന്നെ ഇതിനെ വന്ന് ഇത് ചെറിയ പ്രോസസ് ഒന്നും അല്ല കേട്ടോ. ഇത് വെള്ളത്തിൽ വീണ് കഴിയുമ്പോൾ നല്ല വെയിറ്റ് അല്ലേ, കയറ്റി കുറച്ചിങ്ങനെ അതെ, നല്ല വെയിറ്റ്. അത് ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ കിടക്കുന്നത് മീനാണെന്ന്. മീനല്ല, പക്ഷെ മീനല്ല, എന്തൊരു ജീവിയാ. മീനല്ല, വെള്ളത്തിന്റെ മുകളിലൊക്കെ എല്ലാം നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ചെലന്തി അല്ല, വെള്ളത്തിന്റെ മുകളിലൊക്കെ കാണുന്ന ഒരു സാധനമാണ്. ചെലന്തി എന്നൊന്നും അല്ല പറയുന്നത്, അതിനെന്തോ വേറെന്തോ ഒരു പേര്. ഇത് ചില കിണറുകളിലും ഒക്കെ കാണും. അത് തന്നെ. ഇത് കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാവേ. നമുക്ക് കാണാൻ പറ്റും. ഈ വെള്ള കണക്ക് കിടക്കുന്ന സംഭവം ഇല്ലേ, അടുത്തോട്ട് വരുമ്പോ അതങ്ങ് പോവുക. വേണ്ട, കുറേ ഉണ്ട്, ഇഷ്ടംപോലുണ്ട്. വേറൊരു സംഭവം ഉണ്ട്, നമ്മളെ നല്ലൊരു ചൂണ്ടയുണ്ടെങ്കിൽ നല്ലോണം മീൻ പിടിക്കാൻ പറ്റും. ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. കായൽ മീനാണ് കിട്ടുന്നതേ ഉള്ളൂ. കായൽ മീൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു സംഭവം. കാര്യം എന്ന് വെച്ചാൽ ഞാൻ വേറൊന്നും കൊണ്ടല്ലേ പറഞ്ഞു, താഴ്ചയുണ്ട്. അതെ, അങ്ങോട്ട് ഇറങ്ങണ്ട. ചിലപ്പം താഴത്തെ സ്റ്റെപ്പ് പായലായിട്ട് കിടക്കും. താഴത്തോട്ട് ഇറങ്ങുന്നില്ല, ഇവിടെ നീന്തലൊന്നും അറിയത്തില്ല ഗൈസ്. നീന്തൽ അറിയത്തില്ല, അതറിയാം. ഈ വീട്ടിലും അടിപൊളിയല്ലേ, ഈ വീടുകാർക്കും സൂപ്പർ ആയിരിക്കും. പക്ഷേ ഈ കായലിന്റെ അടുത്ത് വീടുള്ള ഒരു രസമാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? നമ്മള് രസമാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും പക്ഷെ എന്നാലും ഒരു സുഖമല്ലേ. മറ്റേ ഡിപ്പെൻസ് ആച്ചു. ചില സമയത്ത് ഭയങ്കര ചൂടാ. അല്ല, നമ്മുടെ അവിടെ കായല്, നമ്മുടെ വീട് പൊക്കത്തിലേക്കല്ലേ, താഴോട്ടല്ലേ കായല്. കായലിന്റെ അടുത്ത് താമസിക്കുന്നവർക്ക് നല്ല കാറ്റുണ്ട്. പക്ഷെ വെള്ളം ചൂടായി കിടക്കുന്നെങ്കിലും അവർക്ക് വലിയ ചൂടില്ലെന്നാ അവിടെ ഉള്ളവരെ പറയുന്നത്. എവിടെയാ അപ്പൊ ചൂട് കൂടുതൽ? കടലിന്റെ അടുത്താണോ? കടലിന്റെ അടുത്തായിരിക്കും അല്ലേ. കടലിൽ രാത്രി പോകുമ്പോഴും നല്ല തണുപ്പല്ലേ? എനിക്കറിയില്ല, എനിക്കും അറിയത്തില്ല. അറിയാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ നല്ല ചൂടുണ്ട്. അതുണ്ട്, എന്തായാലും ഒന്ന് കമന്റ്. ഒരു കാര്യം എനിക്കറിയാം, എന്തുവെന്നറിയാവോ? അത് ഞാൻ പറഞ്ഞുതരാം. എവിടെയാണെന്നറിയോ ചൂടും തണുപ്പും ഒരേ കണക്ക് കിട്ടുന്നത്? ഇവിടെ റെയിൽവേ പാളമൊക്കെ പോകുന്നില്ലേ, അതിന്റെ അടുത്ത് താമസിച്ചു കഴിഞ്ഞാൽ ചൂടാണെങ്കിൽ നല്ല തണുപ്പാ, ചൂടാണെങ്കിൽ നല്ല ഭയങ്കര ചൂടാ. കാര്യം എന്ന് വെച്ചാൽ ചൂടടിച്ച് കഴിയുമ്പോൾ പാളം പഴുക്കും. അതെ, പാളം പഴുത്തിട്ട് ആ ചൂടും കൂടെ വരും. ആ ചൂട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മഴ പെയ്യണം. മഴ പെയ്യുമ്പോൾ ഇതെല്ലാം അങ്ങ് തണുത്ത് സെറ്റാവും. അപ്പോൾ നല്ല തണുപ്പ് കഴിക്കും. അതെ. എന്താ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാളവും ഞങ്ങളുടെ വീടുമായിട്ട് കുറച്ച് ദൂരത്തെ വ്യത്യാസമേ ഉള്ളൂ. ഒരു 2 വീടിന്റെ വ്യത്യാസത്തിൽ നമുക്ക് പാളവ. അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നത്?
എങ്ങനെയാ വെച്ചു കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നത്? കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നത് എനിക്കറിയത്തില്ല. അതായത് കുറച്ച് 2 വീട് ദൂരം എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ദൂരമുണ്ട്. ഒരു ഏകദേശം ഒരു എന്താ പറയുക, ഒരു ഇച്ചിരി ദൂരം. ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുമല്ലേ, ആ മറ്റേ അങ്ങ് ആ ഷെഡ് കാണുന്നുണ്ടോ, അതിൻ്റെ അപ്പുറത്ത് രണ്ടാമത്തെ ഷെഡ് കണ്ടോ, ആ രണ്ടാമത്തെ ഷെഡിൻ്റെ അവിടെ ആ ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ പാളം വരുന്നത്. അത് കഴിഞ്ഞിട്ട് അത്രയും ദൂരമില്ല. അത്ര ഇല്ലല്ലേ? ഇല്ല, എനിക്ക് തോന്നുന്നു ഈ രണ്ടാമത്തെ ഷെഡ് തുടങ്ങുമ്പോഴത്തേക്ക് ഇല്ല, അതാ ഈ ഒരു കുഞ്ഞ് ഒരു ഇതില്ലേ ഷീറ്റിട്ട് അവിടം വരെ. അല്ലല്ല, അവിടം വരെ ഒന്നുമില്ല, ഇച്ചിരി ദൂരം ഉണ്ട്. ആ ഷെഡിന്റെ അത്ര ഉണ്ട്. ഒരു ദിവസം കാണിച്ചു തരാം അല്ലേ, അത്രയും ദൂരം ഉണ്ട്. ഒരു ദിവസം ഒക്കെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് പോകാം. ഈ സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയല്ലേ? ഇങ്ങനെ നമ്മൾ വന്നിരുന്നപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് സോങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, അത് കാരണം നമ്മൾ തിരിച്ചു പോകാൻ പോവാ. അപ്പൊ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതെ, കുഞ്ഞു വീഡിയോ ആണ്, അപ്പം ഇഷ്ടപ്പെടാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് അല്ലേ? അതെ. പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലേ? അതെ, നമ്മുടെ കൊല്ലത്ത് വരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് എന്തായാലും ഒന്ന് വരിക. അതെ, ജസ്റ്റ് ഒന്ന് നോക്കുക. വലിയ സംഭവം ഒന്നും അല്ല, ഉച്ചയ്ക്കൊന്നും വരില്ല, വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അതെ, വലിയ സംഭവമായിട്ടൊന്നും വിചാരിക്കുകയേ ചെയ്യരുത് അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു കായലിന്റെ സൈഡിൽ ഇങ്ങനെയൊക്കെ ഇരിക്കാന്നൊക്കെ ഉള്ളത് അടിപൊളി. അതൊരു കിടിലൻ കോൺസെപ്റ്റ്. ആര് ഇത് കൊണ്ടുവന്നാലും സംഭവം അടിപൊളിയല്ലേ? സത്യം പറയാനെന്നാ മനസ്സിന് ഞാനൊരു സമാധാനം തോന്നുന്നു. അതെ, ആ ബാക്കിലൊരു അമ്പലത്തിൽ നല്ല കാറ്റ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇനി കുറെ നേരം നിൽക്കുന്നില്ല. എനിക്ക് നിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. കുറച്ചു നേരം ഇവിടെ ഇരുന്ന് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് പോകണമെന്നൊക്കെ ഉണ്ട്. ഇല്ല, നമുക്ക് അമ്പലത്തിലെ പാട്ടൊക്കെ വീണ് ലൈറ്റൊക്കെ വീണ് സെറ്റായി അമ്പലമൊക്കെ തുറന്നു നല്ല വൈബാ. വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് ഈ പാട്ടൊക്കെ കേട്ട് കൂടി അമ്പലത്തിൽ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ കുറച്ചു നേരം വന്നിരുന്ന് കായലിലോട്ടൊക്കെ നോക്കി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സന്തോഷം. അതെ, അടിപൊളി ഫ്രെയിമോ അല്ലേ? അതെ, പോയി. ഓക്കെ.